ഹരേ കൃഷ്ണ. ഭഗവാന്റെ അദൃശ്യകരങ്ങൾ നമ്മളെ തലോടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇക്കാര്യം. എങ്ങനെയെന്നറിയോ? നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച എത്രയോ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ടല്ലേ ജീവിതത്തിൽ. കിട്ടില്ല എന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലും എത്തിച്ചേരില്ല എന്ന് വിചാരിച്ചിടത്തേക്ക് നമ്മൾ എത്തുന്നുമുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വന്നു ചേരാറുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ തലോടലുകളാണ്. നമ്മൾക്കത് മനസ്സിലാവില്ല എന്ന് മാത്രം. ഇനി നമുക്ക് വന്നു ചേരുന്ന വിഷമഘട്ടങ്ങൾ അതൊരു ജീവിതത്തിൽ ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. ഏതൊരു ജീവിതത്തിലും പ്രയാസങ്ങളുണ്ടാവും. സുഖം മാത്രമല്ലല്ലോ ജീവിതം. നമ്മൾ മുൻജന്മത്തിലൊക്കെ ചെയ്തു വെച്ച പാപകർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചേ അല്ലേ തീരൂ. പക്ഷെ അതിൻ്റെ കാഠിന്യം നമുക്ക് കുറച്ചു കൊണ്ടുവരാം പ്രാർത്ഥനയിലൂടെ. നിത്യവും പ്രാർത്ഥിക്കുക, പോരാതെ സത്കർമ്മങ്ങൾ ചെയ്യുക, പിന്നെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ പാപകർമ്മദോഷം നമുക്ക് തന്നെ കുറച്ചു കൊണ്ടുവരാം. മറ്റെവിടെയും കിട്ടാത്ത ശാന്തി ഭഗവാനിൽ അടുക്കും തോറും കിട്ടും. ആപത് ബാന്ധവനാണ് ഭഗവാൻ. നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും. സ്വന്തം സഹോദരന്മാർ പോലും സന്തോഷിച്ചോളണമെന്നില്ല. എന്നാൽ നമ്മൾ ഭക്തിയിലേക്ക് ചുവട് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പിടിച്ച് ഭഗവാൻ ഉണ്ടാവും. നമ്മളുടെ ഓരോ ഉയർച്ചയിലും നമ്മോടൊപ്പം നിൽക്കും. നമ്മളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭഗവാൻ മാത്രമായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നാമം ജപിക്കുക, മനസ്സ് ശുദ്ധമാക്കി വെക്കുക. ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടാവും തീർച്ച. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.